ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഇപ്പോൾ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇപ്പോൾ എടുത്ത വീഡിയോസാണിത്. ഇത് കണ്ടില്ലേ, പഴയ ടോയ്ലറ്റിൻ്റെ കറണ്ട് പോയ സമയത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോൾ അവിടെ കരി പിടിച്ചു. അപ്പോൾ എൻ്റെ മോൾക്ക് 7 വയസ്സുള്ള സമയത്ത് അവൾ വരച്ചതാണ് ഒരു പക്ഷിയുടെ പടമാക്കിയത് ആ കരി. അങ്ങനെ അവിടുത്തെ ഓരോ വർക്കുകളും ഇനി പിന്നീട് ഒരു ദിവസം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓരോന്നും കാണിച്ചു തരാം കേട്ടോ, താഴത്തുനിന്ന് മുതൽ മുകളിൽ വരെ എല്ലാം. ഇത് ഞാൻ റഫായിട്ടൊന്ന് എടുത്തതാണ്, അത് വെറുതെ ഇങ്ങനെ ഈ വിറക് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എടുത്തതാണ്. അത് പുതുക്കി പണിതതാണ്. നേരത്തെയൊക്കെ അവിടെ മണ്ണിൻ്റെ ടൈൽസായിരുന്നു ഇട്ടിരുന്നത്. കാലം മാറുമ്പോൾ കോലം മാറും എന്ന് പറഞ്ഞ പോലെ അവിടെ 25 വയസ്സായൊരു മോനുണ്ട്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പോൾ ആ മണ്ണിൻ്റെ ടൈൽസ് എല്ലാം മാറ്റിയിട്ട് ഇതുപോലെ സെറാമിക് ടൈൽസ് ഇട്ടത്. അപ്പോൾ കുറച്ച് വിറക് അവിടെ പണി കഴിഞ്ഞിട്ടുള്ള പട്ടിക കഷ്ണങ്ങളും മറ്റും അവിടെ ഫർണിച്ചർ പണിതതിൻ്റെയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് വിറകിൽ അരിയടപ്പത്തിടുന്നതും മറ്റും അങ്ങനെ അതെടുക്കാനായി പോയപ്പോൾ എടുത്ത വീഡിയോസാണിത്. പുതിയതായിട്ട് കുളിമുറിയിലൊക്കെ ടൈൽസൊക്കെ ഇട്ട് സാധാരണ ഡിസൈനുള്ള ടൈൽസൊക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് പുതിയൊരു ടോയ്ലറ്റ് എല്ലാം ടൈലൊക്കെ ഇട്ട് അങ്ങനെ പണികളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഒരു റൂമിൽ നിന്നുള്ള സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ നമ്മൾ ബാൽക്കണി എന്നൊക്കെ പറയുന്ന ആ സംഭവം. ഇത് 92-ൽ പണിത വീടാണ്, പഴയ മാതൃകയിൽ ഇല്ലത്തിൻ്റെയൊക്കെ രൂപത്തിൽ പണിതു. അന്ന് പണിതപ്പോൾ ചെറുതരം റൂമുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം 2 റൂമുകളും കൂടെ ഒന്നാക്കി. അങ്ങനെ എല്ലാ മുറിയിലും ഈ 2 റൂംസൊക്കെ ഒന്നാക്കി എടുത്തു. അപ്പോൾ കുറച്ച് സൗകര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അപ്പോൾ നമ്മൾ വിറക് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭമുണ്ടല്ലോ. അപ്പോൾ അവിടെ കുറേ വിറകുകളുണ്ട്, അതെടുക്കാൻ പോയതാട്ടെ. ഇത് മുകളിലത്തെ സിറ്റ് ഔട്ടാണ്. നീളത്തിലുള്ളൊരു വരാന്തയുണ്ട് മുകളിൽ, അതാണിത്. പിന്നീട് ഒരു ദിവസം ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇത് അവിടുത്തെ പണ്ടത്തെ ഗോണിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, മരത്തിൻ്റെ അഴി വെച്ച ഗോണി. അതൊക്കെ കുത്തിപ്പൊളിച്ചിട്ടേക്കുവാണ്. ഇനി അവിടെയൊക്കെ ടൈൽസ് ഇടണം. അങ്ങനെ ഞാൻ വിറകൊക്കെ മഴയ്ക്ക് മുമ്പ് വാരി കൂട്ടി വണ്ടിയുടെ ഡിക്കിയിലാക്കി അങ്ങനെ വീട്ടിലേക്ക് പോരാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആ വിറക് കളയുകയും വേണ്ട, അവിടെ ഒരു ശല്യമാണ്, എനിക്കൊരു ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ച് അതെടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ വിറകുമായിട്ട് എൻ്റെ വീട്ടിലെത്തി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. വിറക് അങ്ങനെ അടുപ്പിൻ്റെ അടിയിൽ